श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। युद्धकाण्डं। नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण राम नारायण राम नारायण राम नारायण हरे രാമ രമാ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭു. ത്രിദശന്മാർ ദേവന്മാരുടെ പ്രഭുവായിരിക്കുന്ന രാമ, ലോകാഭിരാമ, പ്രണവാത്മക രാമ, നാരായണ ആത്മാരാമ ഭൂപതേ, രാമകഥാമൃതപാനപൂർണ്ണ ആനന്ദ സാരാനുഭൂതിക്ക്, രാമകഥാമൃതപാന പൂർണ്ണമാകുന്ന ആ ആനന്ദസാര അനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ഇവിടെ അതിനോട് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞ് കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. നിലാവ് പോലെയുള്ള ചിരിയോടുകൂടെ ദേവിയോട് പറഞ്ഞു, ചന്ദ്രാനനെ ചെവി തന്ന് മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. പവിത്രമായ ഈ രാമചരിതം കേൾക്കാൻ ചെവി തരൂ എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ കേൾക്കൂ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ, താരക ബ്രഹ്മാത്മകൻ, താരകമന്ത്രമായ രാമനാമത്തെ ധരിച്ചവൻ, കരുണാകരൻ. ഇങ്ങനെയുള്ള ഭഗവാൻ മാരുതി വന്ന് പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാതരാൽ. അങ്ങനെ മാരുതി പറഞ്ഞത് കേട്ട് വലിയ സന്തോഷമായി അങ്ങനെ പറയുകയാണ്. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ള ഒന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ. വീണ്ടും ഹനുമാൻ ചെയ്ത കാര്യങ്ങൾ, ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭഗവാന് തന്നെ അതിശയം. ദേവകൾക്ക് പോലും അസാധ്യമാണിത്. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം, ചിന്തിക്കാൻ പോലും പറ്റില്ല. അബ്ധി, ഈ ഒരു വലിയ സമുദ്രം, ശതയോജനായതം അശ്രമം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് ലംഘിച്ച് രാക്ഷസവീരരെയും കൊന്നു. അതാണ്, വെറുതെ പോയി ദൂതു കൊടുത്തു വരികയല്ല, അവിടെ ചെന്ന് രാക്ഷസവീരരെ കൊന്ന് ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്ന് നിർണയം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊരു ദാസൻ, സേവകനെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമോ എന്ന്. എന്നെയും ഭാനുവംശത്തെയും ഈ സൂര്യവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും സുഗ്രീവനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം, ഈ ഒരു കാരണം കൊണ്ട് മാത്രം വാതാത്മജൻ പരിപാലിച്ചിതു ദൃഢം. ഞങ്ങളെയൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചതുപോലെയായി. അങ്ങനെ ആയതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു. ഹനുമാൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ ഇങ്ങനെ ചിന്താകുലനായി. പക്ഷെ നമ്മളെങ്ങനെ ഈ സമുദ്രത്തെ കടക്കും? നക്ര മകര ചക്രാദി, നക്രം മുതലകൾ, മകരമത്സ്യ ചക്രമെന്നാൽ കൂട്ടം, മകരമത്സ്യ കൂട്ടങ്ങളുള്ള പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്ന് കാണുന്നിതു ദൈവമേ. ശ്രീരാമചന്ദ്രന് തിടുക്കമായി ദേവിയുടെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ. പക്ഷെ എങ്ങനെ കടക്കും? രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശ്. ഭഗവാന്റെ ദുഃഖമില്ലാതാക്കുന്ന രീതിയിൽ ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്ത് സമുദ്രത്തെയും ബത ലങ്കയും ഭസ്മീകരിച്ച് അവിളംബിതം. ഒട്ടും കാലതാമസം കൂടാതെ ഇതൊക്കെ ചെയ്യണം. അതിന് സമുദ്രത്തെ ലംഘിക്കുക.
രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഇത് എനിക്ക് പോലും ഒറ്റയ്ക്ക് സാധ്യമാണ് എന്നാണ് സുഗ്രീവൻ പറയുന്നത്. അതുകൊണ്ട് ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചിന്തിച്ചങ്ങനെ നിൽക്കേണ്ടതില്ല. കാരണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിനൊരു ട്വിസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അവിടെ ഓരോരുത്തരെ ആയിട്ട് ആ വിധി കൊണ്ടുവരികയാണ് ചെയ്യുക, നമുക്ക് സഹായത്തിനൊക്കെ ആയിട്ട്. എന്നാൽ ഇടയ്ക്ക് ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ, ഇതൊക്കെ ഏത് കാര്യത്തിനും ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് മുഴുവൻ ആ ഒരു പദ്ധതി ആദ്യമേ തയ്യാറാക്കാനൊന്നും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിനെ മുടക്കുകയേ ഉള്ളൂ. അതാണ് കാര്യവിനാശിനിയാണ് അമിതമായ ചിന്ത. അതുകൊണ്ട് ചിന്തിക്കരുത്, നമുക്ക് എടുത്ത് പുറപ്പെടാം. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം. ഒരാൾക്കും ഈ വാനര സഞ്ചയത്തെ എതിർത്ത് ജയിക്കാൻ സാധ്യമല്ല. വൻഭിയിൽ ചാടേണമെന്ന് ചൊല്ലിയിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരല്ലിവർ. ഇപ്പോൾ തീയിൽ ചാടൂ എന്ന് പറഞ്ഞാൽ അപ്പ് ചാടിയിരിക്കും എന്നാണ്. വാരിധിയെ കടപ്പാൻ ഉപായം പാർക്കാം. ഇനി വേറൊന്നും നോക്കാനില്ല, ആദ്യം സമുദ്രം എങ്ങനെ കടക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ ആദ്യം അതിനാണ് നമ്മളൊരു പദ്ധതി തയ്യാറാക്കേണ്ടത്. നേരമിനി കളയാതെ രഘുപതേ, ലങ്കയിൽ ചെന്ന് നാം പുക്കിതെന്നാകിലോ. നമ്മൾ ലങ്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ലങ്കേശനും മരിച്ചാനെന്ന് നിർണയം. രാവണൻ മരിച്ചു എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അതായത് അത്ര ഉറപ്പാണ്. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. മഹായുദ്ധത്തിൽ ഭഗവാനെ അങ്ങയെ ജയിക്കാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ട് ആദ്യം ഒന്നുകിൽ അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ, അസ്ത്രം കൊണ്ട് മുഴുവൻ വറ്റിക്കുക. അല്ലെങ്കിൽ സത്വരം സേതുബന്ധിക്കിലുമാം ദൃഢം, അല്ലെങ്കിൽ പാലം കെട്ടുക, സേതുബന്ധനം ചെയ്യുക. വല്ല കണക്കിലുമുണ്ടാം ജയം തവ, നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. എല്ലാം നല്ല ശകുനങ്ങളാണ്, ഒന്നും വിഷമിക്കേണ്ട, ഒരുപാട് ചിന്തിച്ച് വിഷമിക്കരുത്, നമുക്ക് പോവുക തന്നെ. ഭക്തി ശക്തി അന്വിതം മിത്രപുത്രോക്തികൾ, ഭക്തിയും ശക്തിയും കലർന്ന ആ സുഗ്രീവന്റെ വാക്കുകൾ യുദ്ധം ആകർണ്യ ഇതുപോലെ കേട്ടിട്ട് കാകുസ്ഥനും തൽക്ഷണേ മുമ്പിലമ്മാറ് തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. അങ്ങനെ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ലങ്കയെക്കുറിച്ച് ഒരു ചിത്രം മനസ്സിലുണ്ടാകണം. അതിന് ഹനുമാനോട് ചോദിക്കുകയാണ്, ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. അവിടെ കോട്ടമതിൽ എത്രയുണ്ട്, എവിടെയൊക്കെയാണ്, കിടങ്ങ്, അഗാധമായ കിടങ്ങുകൾ, കുഴികൾ, ഇവയൊക്കെ കാട്ടിത്തരിക വേണം. വചസാ ഭവാൻ, വാക്കുകൾ കൊണ്ടൊരു ചിത്രം ഭവാൻ എന്നോട് പറയണം എന്നത് കേട്ട് തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം, സമുദ്രമധ്യേ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ത്രികൂടാചലം വളർന്ന് അത്യുന്നതം, അതിൻ മൂർധനി, അതിൻ്റെ മൂർധാവിലെന്ന പോലെയാണ് ഈ ലങ്കാപുരം. പ്രാണഭയമില്ലയാത്ത ജനങ്ങൾക്ക് കാണാം കനകവിമാന സമാനമായി. അതായത് പ്രാണഭയമില്ലാത്ത എന്ന് വെച്ചാൽ അങ്ങനെ നോക്കിക്കാണാൻ തക്ക ശക്തിയുള്ള ആളുകൾക്ക് കനകവിമാന സമാനമായിട്ട് ഒരു കുന്നിൻ മുകളിൽ സ്വർണ്ണ വിമാനം വെച്ചതുപോലെയാണ് ലങ്കാപുരം. അതായത് എല്ലാം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത്. വിസ്താരമുണ്ടങ് 700 യോജന, ഏകദേശം ഒരു വിസ്താരം പറഞ്ഞാൽ 700 യോജനയാണ്. പുത്തൻ കനക മതിൽ അതിൻ ചുറ്റുമേ, ചുറ്റിലും സ്വർണ്ണ നിറത്തിലുള്ള സ്വർണം പൂശിയ മതിലാണ്. ഗോപുരം 4 ദിക്കിങ്കലും ഉണ്ടതിശോഭിതമായി അതിന് 7 നിലകളും. 7 നിലകളുള്ള ഗോപുരമാണ് 4 ദിക്കിലും. ഇനി അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഒരുപോലെ.
പുറമേക്ക് മതിലുണ്ട്, അതുകൂടാതെ ഉള്ളിലും അതുപോലെ മതിലുണ്ട്. 7 നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. ഇങ്ങനെ എല്ലാം കൂടെ നോക്കിയാൽ 28 ഗോപുരമാണ് 4 ദിക്കിലും. ഇനി എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി. അതായത് മതിൽ ചാടാമെന്ന് വിചാരിച്ചാലും നടക്കില്ല, ഉടനെ പോകുന്നത് കിടങ്ങിലായിരിക്കും, അഗാധമായ ഗർത്തത്തിൽ. അങ്ങനെയാണെങ്കിൽ രണ്ടും അപകടമാണ്. ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയും. ഇനി അവിടെയുള്ളവർക്ക് അകത്തോട്ടും പുറത്തോട്ടും പോവാൻ വേണ്ടിയിട്ട് യന്ത്രപ്പാലമുണ്ട്. അപ്പോൾ അവർക്ക് പോവാൻ വേണ്ടി മാത്രം ആ പാലം അവിടെ ആ കിടങ്ങിന് മുകളിലായിട്ടിടും, അവർ പുറത്തു പോകും. അത് കഴിഞ്ഞാൽ അത് തിരിച്ചു വയ്ക്കും. അപ്പോൾ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് അന്നത്തെ കാലത്തും ഉള്ളത്. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം. അണ്ടർകോൺ ദിക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്ക്. കിഴക്കേ ഗോപുരം കാപ്പതിന്, അവിടെ കാവൽ നിൽക്കുന്നതിനുണ്ട് നിശാചരന്മാർ 10,000. ഇനി ദക്ഷിണഗോപുരം തെക്ക് രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000. ശക്തരായി പശ്ചിമഗോപുരം പടിഞ്ഞാറേ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം വടക്കേ ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു 1,000,000 നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിൽ അർത്ഥം ഉണ്ട് ഉഗ്രതയോട് നടുവു കാത്തിടുവാൻ. ഇതൊക്കെ തുടക്കത്തിൽ, ആ ലങ്കാപുരിയുടെ തുടക്കത്തിലാണ് ഇത്രയും പേരെങ്കിൽ ഇതിൻ്റെ നേർപകുതി ആളുകൾ അവിടെ നടുവു കാത്തിടുവാൻ, നടുമുറ്റവും അതായത് ഏകദേശം ഒരു നടുഭാഗം, ലങ്കാപുരിയുടെ നടുഭാഗം കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ. ഇനി ഓരോരോ അന്തഃപുരത്തിന് അത്രയും ആളുകൾ. മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടി ജനം. ഹാടക നിർമ്മിതം, ഹാടകം സ്വർണം കൊണ്ട് നിർമ്മിതമായ ഭോജനശാലയും നാടകശാല, നടപ്പന്തൽ, പിന്നെയും മജ്ജനശാല, കുളിക്കാനുള്ള പ്രത്യേകമൊരു സ്ഥലമുണ്ട്. ഇനി മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും, അത് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നിർജ്ജനമായിട്ടുള്ള കുറച്ചൊരു വിജനമായ പ്രദേശത്താണ് മദ്യപാനത്തിനും മറ്റുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ലങ്കാ വിരചിത അലങ്കാരഭേദം ആതങ്കാപഹം. ഈ ലങ്കയിലുള്ള അലങ്കാരങ്ങൾ ഒന്നും വിട്ടുപോകാതെ പറയാവല്ല അനന്തനും. 1000 നാവുള്ള അനന്തന് പോലും ലങ്കയെ മുഴുവനായി വർണ്ണിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം. ഇങ്ങനെയുള്ള ലങ്കയിലാണ് ഞാൻ പോയിട്ട് ദേവിയെ തിരഞ്ഞത്. എന്നിട്ട് മത് പിതാവിൻ നിയോഗേന, എൻ്റെ അച്ഛനായ വായുഭഗവാൻ എന്നെ നിയോഗിച്ച് ചെന്നേൻ ബലാൽ, എന്നെ അവിടെ കൊണ്ടെത്തിക്കുകയായിരുന്നു. പുഷ്പിത ഉദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കോപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ട് വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം. വീണ്ടും അന്ന് നടന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ആരാമമെല്ലാം തകർത്ത് അത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ. രക്ഷോവര ആത്മജനാകിയ മകനാകിയ ബാലകൻ അക്ഷകുമാരനെയും കൊന്നു ഞാൻ എന്നു വേണ്ട. ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ, ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി ഞാൻ. ആ ലങ്കാപുരത്തിൽ മൊത്തത്തിലുള്ള സൈന്യത്തിൽ 4 സൈന്യത്തെ ഞാൻ കൊന്നു കഴിഞ്ഞു. ആ നിശാചരരെ കൊന്നു കഴിഞ്ഞിട്ട് പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ. നല്ലതെല്ലാം പിന്നെ നല്ലതെല്ലാമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, അതായത് ഹിതോപദേശമാണ് ചെയ്തത്. പക്ഷേ രാവണൻ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോട്, ഇപ്പോഴേ കൊല്ലുക, വൈകാതെ ഇവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ, അഗ്രജൻ തന്നോടു മാതരാൽ. എന്നെ കൊല്ലാൻ വന്നവരോടും വിഭീഷണൻ പറഞ്ഞു, അതുപോലെ തന്നെ ജ്യേഷ്ഠനെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചു. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ, ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ, നല്ല രാജധർമ്മം അറിഞ്ഞ നീതിജ്ഞന്മാർ ഒരിക്കലും ദൂതന്മാരെ കൊല്ലുകയില്ല.
അതുകൊണ്ട് കൊല്ലാതെ അയയ്ക്ക, അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ എന്തെങ്കിലും ഒരു അടയാളം കൊടുത്താൽ മതി. അങ്ങനെ ദശാനനൻ ചൊല്ലിനാൻ, വാലധിക്ക് അഗ്നി കൊളുത്തുവാൻ, എൻ്റെ വാലിന് തീ കൊളുത്താൻ പറഞ്ഞു. സസ്നേഹവാസസ, സ്നേഹം എണ്ണ, എണ്ണ പുരട്ടിയ വാസം വസ്ത്രത്താൽ പുച്ഛം പൊതിഞ്ഞ്, എൻ്റെ വാല് പൊതിഞ്ഞ് അവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം, ഒരു വൃത്താകൃതിയിലുള്ള ആ ലങ്കാപുരം മുഴുവൻ ഞാൻ അഗ്നിക്കിരയാക്കി. മന്നവാ, ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിയേൻ ത്വൽ പ്രസാദത്തിനാൽ, ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹത്താൽ 4 സൈന്യത്തെ ഞാൻ കൊന്നു കഴിഞ്ഞു. ഇനി ബാക്കിയേ നമ്മൾ പോയി കൊല്ലേണ്ടതുള്ളൂ. ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല, പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു, പ്രസ്ഥാനം എന്നാൽ പുറപ്പെടുക. അങ്ങനെ ആശു കുരു ചെയ്യുക, ഗുരുവിക്രമം, ഗുരു എന്നാൽ മഹത്തായ അത്രയും വലിയ പരാക്രമത്തോടുകൂടെ നമ്മൾ ഇന്ന് പുറപ്പെടുക തന്നെ. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപഹം, ഒട്ടും ശങ്ക വേണ്ട. ലംഘനം ചെയ്ത് നക്തഞ്ചര നായക കിങ്കരന്മാരെ, ആ രാവണന്റെ കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക്, പിതൃക്കളുടെ പതി യമൻ, യമന്റെ കിങ്കരന്മാർക്ക് കൊടുത്ത് ദശാനന ഹുങ്കൃതിയും തീർത്ത് സങ്കര അന്തേ, സങ്കരം യുദ്ധം, യുദ്ധത്തിൻ്റെ അവസാനം ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ, പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. അത്ര ആത്മവിശ്വാസത്തിലാണ് ഹനുമാൻ പറയുന്നത്. ഒട്ടും ഇനി ഒന്നും ആലോചിക്കാനില്ല, പുറപ്പെടുക തന്നെ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ, ഹനുമാൻ ലങ്കയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടഥ അതിനുശേഷം സഞ്ജാത കൗതുകം സംഭാവ്യ, ഉണ്ടായ കൗതുകത്തെ അങ്ങനെ തന്നെ ഭവിച്ചു, അങ്ങനെ അതിനെ മാനിച്ചുകൊണ്ട് സാദരം അഞ്ജസ സുഗ്രീവനോട് അരുൾ ചെയ്തിതു. കഞ്ചവിലോചനനാകിയ താമരക്കണ്ണനായ രാഘവൻ, ഇപ്പോൾ വിജയ മുഹൂർത്തകാലം. അപ്പോൾ മുഹൂർത്തമൊക്കെ ഭഗവാന് നല്ല തിട്ടമാണ്. ഇത് മുഹൂർത്തകാലമായിരിക്കുന്നു, അതായത് ഈ സമയത്ത് ഇറങ്ങിയാൽ കാര്യം ശുഭകരമായിരിക്കും. പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരൂ, എല്ലാവരും സൈന്യസമേതം നമുക്ക് പുറപ്പെടാം. നക്ഷത്രം ഉത്രമതും വിജയപ്രദം, ഇപ്പോൾ ഉത്രം നക്ഷത്രമാണ്, അത് വിജയപ്രദമാണ്. ഇവിടെ സീതാദേവിയുടെ നക്ഷത്രമാണത്രേ ഉത്രം. അങ്ങനെ ആരാണോ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ബന്ധനസ്ഥരായിരിക്കുന്നത്, അവരുടെ ജന്മനക്ഷത്രത്തിന് ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടന്നാൽ അത് ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രം അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ അതാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്, ഇന്ന് ഉത്രം നക്ഷത്രമാണ്, അതും വിജയപ്രദം. രക്ഷോജൻ ഋക്ഷമാം മൂലം ഹതിപ്രദം, ഋക്ഷം എന്നാൽ നക്ഷത്രം എന്നർത്ഥം. അപ്പോൾ ആരെയാണോ രക്ഷിക്കേണ്ടത് അവരുടെ നക്ഷത്രം വരുന്ന അന്ന് കാര്യം തുടങ്ങിയാൽ അത് വിജയപ്രദമാണ്. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ട് മേ, എൻ്റെ വലത്തെ കണ്ണ് സ്ഫുരണം എന്നാൽ അവിടെ തുടിക്കുന്നുണ്ട്. അങ്ങനെ എങ്കിൽ മേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. അപ്പോൾ പുരുഷന്മാർക്ക് വലത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമാണ്. ഇനി സൈന്യമൊക്കെ ആരാലൊക്കെ പരിപാലിക്കണമെന്ന് പറയുകയാണ്, നിർദ്ദേശം കൊടുക്കുകയാണ്. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കാം. അപ്പോൾ ഇതിനി നീലന്റെ ഉത്തരവാദിത്തമാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവാന്മാരായിട്ടുള്ള ആളുകളെ മുൻഭാഗത്ത്, പിന്നെ നടുഭാഗത്ത്, ഇരുഭാഗത്തും, അതുപോലെ പിൻഭാഗത്ത് ഇങ്ങനെയൊക്കെ പരിപാലിച്ചു കൊള്ളണം.
കാരണം രാവണന്റെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. മാരുതി ഇങ്ങനെയൊരു കാര്യം ചെയ്തു വന്നതിന് ശേഷം ചാരന്മാർ അവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അവരുടെ ആക്രമവും ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അതിനായിട്ടാണ് ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. രംഭ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി. അവിടെ ഏറ്റവും മുൻപിലായിട്ട് മാരുതിയുടെ ഹനുമാന്റെ തോളിലേറിയിട്ട് ഞാനിരിക്കും. ശ്രീരാമചന്ദ്രൻ പറയുകയാണ്. ഇനി മൽ പിൻപേ എനിക്ക് തൊട്ടുപുറകിലായിട്ട് സുമിത്രാത്മജൻ അംഗദ ഉപരി, അംഗദന്റെ തോളിലേറി സുമിത്രാത്മജൻ നടക്കണം. സുഗ്രീവൻ എന്നെ പിരിയാതരികവേ, ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് ആ രീതിയിൽ തന്നെ സുഗ്രീവനും ഞങ്ങളുടെ കൂടെ നടക്കണം. ഇങ്ങനെ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനൻ, ശൂലി ശിവൻ, ശിവന് തുല്യം ശക്തിയുള്ള മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള ജാമ്പവാനും സുഷേണനും തുങ്കൻ നളനും ശതബലി താരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലേതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുത്, ആടലുണ്ടാകരുതാ ആർക്കും വഴിക്കെടോ. ഞാനിനി കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ വലിയ സൈന്യം നമ്മളിനി പുറപ്പെടുക തന്നെ, എല്ലാവരും കൂടിച്ചേർന്ന് ഒരാൾ മറ്റൊരാളെ സംരക്ഷിക്കുന്ന രീതിയിൽ അങ്ങനെ പോകണം. വൈകരുത്, ആർക്കും ഇടയിൽ ഒരു ആടൽ ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. അങ്ങനെ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഹനുമാന്റെ ശിരസിൽ കണ്ഠത്തിലേറിയിട്ട് രാഘവനും അംഗദന്റെ കണ്ഠത്തിലേറി സൗമിത്രിയും നടക്കുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണ്. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും, ആ നക്ഷത്രമണ്ഡലത്തിൽ ഇരിക്കുന്ന ചന്ദ്രനും സൂര്യനും പോലെ ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ച് കളിച്ച് പുളച്ച് ലോകാർത്തി തീർത്തിയിടുവാൻ, ഈ ലോകത്തിന്റെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയ, നല്ല താല്പര്യത്തോടെ ആ യുദ്ധം ചെയ്യാനുള്ള ആവേശത്താൽ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി സമുദ്രം നടന്നങ്ങടുക്കുന്നത് പോലെ, അവിടെ ഒരു ഉപമയാണ്. രാത്രി നിറഞ്ഞു പരന്ന ആ സമുദ്രം മെല്ലെ നടന്നടുക്കുന്നത് പോലെയാണ് ഈ വാനര സൈന്യത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ. സമുദ്രം ഇങ്ങനെ ആർത്തിരമ്പി വരുന്നത് പോലെയാണ്. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കുകയും, നേരത്തെ മാരുതിയും കൂട്ടരും സീതാന്വേഷണത്തിനായിട്ട് വന്ന അതേ വഴി തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ആ കാടൊക്കെ ഇവർക്ക് പരിചയമായി. അവിടെ എവിടെയാണ് നല്ല ഫലങ്ങൾ കിട്ടുക എല്ലാം പരിചയമാണ്. അങ്ങനെ ചാടി ഓടി കാണുന്ന വനങ്ങളിലൊക്കെ തേടി പക്വഫലങ്ങൾ ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ശൈല വന നദീജാലങ്ങൾ പിന്നിട്ട്, പർവ്വതങ്ങളും വനങ്ങളും നദികളും ഒക്കെ പിന്നിട്ട് ശൈലശരീരകളായ കപികുലം, പർവ്വതാകാരികളായിട്ടുള്ള ആ വാനരകുലം ദക്ഷിണ സിന്ധു ഉത്തരതീരവും, തെക്കുഭാഗത്തുള്ള സമുദ്രത്തിന്റെ വടക്കുഭാഗത്തായിട്ട്, അതായത് സമുദ്രത്തിന്റെ വടക്കുഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പൊക്കു മഹേന്ദ്രാജല അന്തികെ, മഹേന്ദ്ര പർവ്വതത്തിന്റെ അടുത്ത് മേവിനാർ. മാരുതി തന്നെ കണ്ഠദേശേ നിന്ന് പാരിലിറങ്ങി രഘുകുലനാഥനും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മാരുതിയുടെ ചുമലിൽ നിന്ന് ഭഗവാൻ താഴെ ഇറങ്ങി. താരേയ കണ്ഠം അമർന്ന, താരേയനായ അംഗദന്റെ തോളിൽ ഇരുന്ന സൗമിത്രിയും പാരിൽ ഇറങ്ങി വണങ്ങിനാൻ അഗ്രജം, ജ്യേഷ്ഠനെ വണങ്ങി. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ ഏകദേശം സന്ധ്യയാവാറായി, സൂര്യൻ അസ്തമിക്കാറാകുന്നു. അങ്ങനെ അസ്തമിച്ചപ്പോൾ നൃപാധിപൻ ശ്രീരാമചന്ദ്രൻ
സൂര്യാത്മജനോട് അരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്ത്. അതായത് നദിയിൽ എന്ന് വെച്ചാൽ അവിടെ സമുദ്രത്തിൽ തന്നെ ചെറിയൊരു കുളം പോലെ അതിനടുത്തൊക്കെ ആയിട്ട് ഉണ്ടാകും കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കടപ്പാൻ, ഈ സമുദ്രത്തെ കടപ്പാൻ ഉപായവും വീരരായുള്ളവരൊന്നിച്ച് മന്ത്രിക്കുക എന്നാൽ കാര്യാലോചന നടത്തുക. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ആലോചിക്കണം. എന്നിട്ട് പാരാതെ കൽപ്പിക്കുക, ഒരു തീരുമാനത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം വേണം ഇനിയുടൻ. എന്നിട്ട് പറയുകയാണ്, രാത്രി ആവാറായി, വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളേണം. അതായത് സേനാധിപന്മാരല്ലാത്ത വാനര സൈന്യത്തെ സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ, കൃഷാനു എന്നാൽ അഗ്നിയുടെ മകനായ നീലനോട് പറയുകയാണ്, സേനാധിപന്മാർ അവരൊക്കെയാണ് സേനാധിപന്മാർ, മറ്റുള്ള വാനര സൈന്യത്തെ നന്നായി രക്ഷിക്കണം. രാത്രിയാവുന്നു, കാരണം രാത്രിയിൽ മായാവിശാരദന്മാരായ മായാപ്രയോഗത്തിൽ സമർത്ഥരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ, അവർ ഉപദ്രവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതും ചിലപ്പോൾ ഈ വാനരന്മാരുടെ വേഷത്തിൽ തന്നെ വന്നു എന്നൊക്കെ വരാം. അതുകൊണ്ടാണ് സേനാധിപതികളോട് പ്രത്യേകം പറയുകയാണ്, ശ്രദ്ധിക്കണം. ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു. സന്ധ്യാവന്ദനം കഴിഞ്ഞ് മേവിനാൻ പർവ്വത അഗ്രേ, ഭഗവാൻ പർവ്വതത്തിന്റെ മുകളിൽ പോയി. അവിടെ രഘുനാഥനും വാനരവൃന്ദം, അപ്പൊ താഴെ കിടക്കുന്ന മർക്കടാദികൾ മകരാലയം കണ്ട്, മകരമത്സ്യത്തിന്റെ ആലയമായ ആ സമുദ്രം കണ്ടിട്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ. എല്ലാവരും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളിങ്ങനെ വലിയ കാര്യം പോലെ എടുത്തു ചാടി പുറപ്പെട്ടു, പക്ഷേ നക്ര ചക്രൗഘ ഭയങ്കരമെത്രയും മുതലകളുടെ കൂട്ടമായിരിക്കും ഇതിൽ. ഇങ്ങനെയുള്ള ഉഗ്രം വരുണാലയം, വരുണൻ സമുദ്രത്തിന്റെ ദേവൻ, അപ്പോൾ വരുണാലയം സമുദ്രം. ഈ സമുദ്രം ഭീമനിസ്വനം, ഘോരമായ തിരമാലകൾ അടിക്കുന്ന ശബ്ദം, അത്യുന്നത തരംഗാഢ്യം, തരംഗങ്ങൾ അങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നടിക്കുകയാണ്. അതുപോലെ അത്രയും അഗാധം. ഇത് ഉത്തരണം ചെയ്വതിന്, ഇത് കടക്കാൻ ആർക്കും സാധ്യമല്ല. ചെയ്വതിനരുതാർക്കുമേ, ഇത് സാധ്യമല്ല. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു? അപ്പോൾ ചില വാനരന്മാർക്കെങ്കിലും ഉള്ളിൽ ഒരു ഭയം തോന്നുന്നു, ഇത് അസാധ്യമായ കാര്യമാണെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. കൂടെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആരാണെന്ന സത്യമറിയാത്ത അന്ധന്മാർ, അതായത് ഉള്ളിൽ അജ്ഞാനം കൊണ്ട് അന്ധന്മാരായിട്ടുള്ള അവർ പേടിക്കുകയാണ്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ഇതേ സമയം ആ പർവ്വതത്തിന്റെ മുകളിൽ കിടക്കുന്ന രാമചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചപ്പോൾ വിരഹത്താൽ തപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രണയികൾക്ക് ചന്ദ്രനെ കാണുമ്പോൾ വലിയ സന്തോഷം. അതായത് പ്രണയികൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ സന്തോഷവും, അവർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ അത്യന്തം ദുഃഖവുമാണെന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരെ പോലെ ഭഗവാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. ചന്ദ്രമുഖിയെ നിരൂപിച്ച്, സീതയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ഇങ്ങനെയല്ലേ നിങ്ങൾ മനുഷ്യർ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദുഃഖ ഹർഷ ഭയ ക്രോധ ലോഭാദികൾ, സൗഖ്യ മത മോഹ കാമ ജന്മാദികൾ, സാധാരണ മനുഷ്യർക്കുള്ള ഇത്തരം വികാര വിചാരങ്ങളൊന്നും, ഇതൊക്കെ അജ്ഞാനലിംഗത്തിനുള്ളവ. ഈ അജ്ഞാനത്തിൽ വസിക്കുന്ന മനുഷ്യർക്കാണ് ഇതൊക്കെ എങ്ങനെയാണ് സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപന് എന്ത് ദുഃഖം? ഒന്നുമില്ല, ഒക്കെ ഒരു അഭിനയം. വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിന. ഈ ദേഹം സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ. പരമാത്മാവിന് എന്ത് സുഖം, എന്ത് ദുഃഖം? സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. എപ്പോഴും ആ പ്രസാദാത്മകമായ മനസ്സോടുകൂടെ ഇരിക്കുന്നവർക്ക് ഇത് രണ്ടുമില്ല.
സംപ്രതി നിത്യമാനന്ദമാത്രം പരം. എപ്പോഴും, സംപ്രതി എന്നാൽ ഇപ്പോൾ, ഇപ്പോൾ എന്നാൽ അവർക്ക് എപ്പോഴും സന്തോഷമാണ്, ആനന്ദമാണ്. ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ എല്ലാം ഈ ബുദ്ധി, മായയിൽപ്പെട്ട ബുദ്ധിക്ക് ഉണ്ടാകുന്നതാണ് ഈ ദുഃഖമൊക്കെ. മുഖ്യനാം രാമൻ പരാത്മാ പരൻ പുമാൻ, മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃഥ. പരമാത്മസ്വരൂപമായ ആ ഭഗവാൻ മായയിൽപ്പെട്ടവനെ പോലെ അങ്ങനെ ചരിക്കുന്നത് കാണുമ്പോൾ മായയിൽ പെട്ടവർക്ക് തോന്നും ഭഗവാനും ഞങ്ങളെപ്പോലെ ദുഃഖിക്കുകയാണല്ലോ എന്ന്. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അത് ഒക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. അബുധന്മാർ, ഇവിടെ ഈ ലോകത്തിലിരിക്കുന്ന അജ്ഞാനികൾക്കാണ് ഇങ്ങനെയൊക്കെ ദുഃഖം. ഭഗവാൻ ദുഃഖിച്ചു, ഭഗവാൻ സുഖിച്ചു, ഭഗവാൻ കോപിച്ചു, ഭഗവാൻ അങ്ങനെ ചെയ്തു, ഇതൊക്കെ ഈ അജ്ഞാനികളുടെ ഒരു മതം മാത്രമാണ്. അല്ലാതെ പരമാത്മാവായ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനൊന്നും നമ്മൾ ആരുമല്ല. രാവണാദികളുടെ ആലോചന. ഇവിടെ യുദ്ധത്തിനായി പുറപ്പെട്ട് നിൽക്കുന്ന അതേ സമയം ചാരന്മാരെ വിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് രാവണൻ. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവിടെയും ആലോചന നടക്കുകയാണ്. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കപികളും വാരാന്നിധിക്ക് വടക്കേ കരവന്ന് വാരിധി പോലെ പരന്നോരനന്തരം. അപ്പൊ ഇവിടെ കഥ സന്ദർഭം മാറുകയാണ്. അപ്പൊ ഈ കഥ ഇവിടെ നിൽക്കട്ടെ. ശ്രീരാമാദികൾ ആ സമുദ്രത്തിന്റെ വടക്കേ കര വന്ന് നിൽക്കുന്നത് ഇത് അറിഞ്ഞ രാവണനാകട്ടെ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ഈ 3 ലോകത്തെയും പല രീതിയിൽ ജയിച്ച ആളാണ് രാവണൻ. അങ്ങനെ ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം. മന്ത്രനികേതനം എന്നാൽ കാര്യാലോചന ഗൃഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ആലോചിക്കാൻ അതിനായിട്ടൊരു സ്ഥലമുണ്ട്, ഒരു മന്ദിരമുണ്ട്. അവിടെ ചെന്നിട്ട് പുക്കിരുന്നീടിനാൻ. ആതിഥേയ അസുരേന്ദ്രാദികൾക്കും അരുതാത്തൊരു കർമ്മങ്ങൾ, ആതിഥേയന്മാർ ദേവന്മാർക്കും അസുരന്മാർക്കും വന്ന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒറ്റയ്ക്ക് വന്ന് മാരുതി ചെയ്തതും ചിന്തിച്ച് ചിന്തിച്ച് നാണിച്ചു രാവണൻ. രാവണൻ ഓർക്കുമ്പോൾ ആകപ്പാടെ ഒരു നാണക്കേട്. ആ ഒരു വിഷമം മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ. എനിക്ക് ആലോചിക്കാൻ വയ്യ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലല്ലോ. ഇതിപ്പോ ലോകം മുഴുവൻ പാട്ടായിട്ടുണ്ടാകും. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്നകം പുക്കൊരു വാനരൻ. ആ ഊക്കോടുകൂടെ ഭയം എന്നത് ഇല്ലാതെ വന്ന ആ വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാൻ ഉപവനം. എന്നിട്ട് ഈ ഉപവനം, ഉദ്യാനം മുഴുവൻ അങ്ങനെ അഴിച്ചു പണിത പോലെയായി. അത്രയും നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് നക്തഞ്ചരന്മാരെയും വധിച്ച് എന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ച് സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ. ആ ഹനുമാൻ ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ചെയ്തത്. സ്വസ്ഥനായിപ്പോയി. അതാണ്, ഹനുമാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. എനിക്കത് ആലോചിക്കുമ്പോഴേ അകപ്പാടെ ഒരു വിഷമം. ഇനി ഇപ്പോഴിതാ ഞാൻ കേട്ടിരിക്കുന്നു, കപികുലസേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുവുന്നോർ. അവർ യുദ്ധത്തിന് പുറപ്പെട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ആ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ അവിടെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കർത്തവ്യമെന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. ഇനി നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് പറയുക. മന്ത്രി വിശാരദന്മാർ, മന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വളരെ നന്നായി ഗ്രഹിച്ചിട്ട് രാജാവിനെ അറിയിക്കുന്നയാളാണ്. അതാണ് മന്ത്രിക്കുക എന്നാൽ കാര്യവിചാരം ചെയ്യുക. അങ്ങനെ അതിനുള്ള വിശാരദന്മാരാണ് നിങ്ങളൊക്കെ, അതിൽ സമർത്ഥരാണ്. നിങ്ങൾ എന്നുടെ മന്ത്രികൾ. നിങ്ങൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം.
ഇതുവരെ നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് നടന്നതിനാൽ എനിക്ക് ഇതുവരെ ഒരു ആപത്തും വന്നിട്ടില്ല. അതുകൊണ്ട് മമ ഹിതം നന്നായി വിചാരിച്ച് ചൊല്ലുവിൻ. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് എനിക്ക് ഹിതമായിട്ടുള്ള കാര്യം അത് ചൊല്ലുക, വൈകാതെ, അത് എത്രയും പെട്ടെന്ന് വേണം. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എൻ്റെ കണ്ണുകളാണ്. നിങ്ങളിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. എന്നിൽ അത്രയും സ്നേഹമുള്ളത് കൊണ്ട് എനിക്ക് നല്ലതായിട്ടുള്ള കാര്യം മാത്രമേ പറയാവുള്ളൂ. ഇനി ഒരു നീതിജ്ഞനാണ് രാവണൻ എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ശരിക്കും എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ വിചാരം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ഉത്തമം, മധ്യമം, പിന്നേത് അധമവും, ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. പൊതുവെ ഈ ലോകത്തിൽ 3 തരത്തിലാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിചാരിച്ചൊരു തീരുമാനത്തിലെത്തുന്നത്. അത് ഉത്തമം, പിന്നൊന്ന് മധ്യമം, പിന്നേത് അധമം. ഇതിലേതാണ് ഉത്തമം എന്ന് പറയുകയാണ്. സാധ്യമിതം, ഇതം ദുസ്സാധ്യമാം, ഇതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും. ഒന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ഇത് നടക്കും, അതാണ് സാധ്യം. ഇനി മറ്റൊന്ന് ഇതം ദുസ്സാധ്യം, ഇത് നടക്കും പക്ഷെ നന്നായിട്ട് വിയർക്കേണ്ടി വരും എന്ന് പറയില്ല, അങ്ങനെ ബുദ്ധിമുട്ടിയാൽ ഒരു പക്ഷേ നടക്കും, അതാണ് ദുസ്സാധ്യം. ഇനി മറ്റൊന്ന് അസാധ്യം, ഒരു തരത്തിലും രക്ഷയേ ഇല്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതാണ് സാധ്യമല്ല, അസാധ്യമാണത്. ഇങ്ങനെയാണ് 3 പക്ഷങ്ങൾ. ഇത് കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്ന് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇത് കൊള്ളാം, അതാണ് വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും. മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്നീദൃശം. ഇങ്ങനെ നിങ്ങൾ അന്യോന്യം കാര്യങ്ങൾ വിചാരം ചെയ്ത് ഒരു കാര്യം അത് എനിക്ക് സമ്മതമാണ് എന്ന രീതിയിൽ നിങ്ങളത് അവതരിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് എന്നുറച്ച് ഒന്നിച്ച് കൽപ്പിച്ചാൽ അതാണ് ഉത്തമം കാര്യം, അതാണ് ഉത്തമം. അതായത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തുക, അത് ഉത്തമമായ കാര്യം. പിന്നെ രണ്ടാമത് മധ്യമം, അത് ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞ് ഊനങ്ങളുള്ളത് തീരുവാനായി. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയണം. അങ്ങനെ പറയുമ്പോൾ അതിലൊരു ഊനം, എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ അത് മറ്റുള്ളവർ അതിനെ തിരുത്തി കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ഊനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം, അതായത് വിട്ടുവീഴ്ചകൾ ചെയ്യണം, വെറുതെ തർക്കിക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ശരി അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനെ സമർത്ഥിക്കുന്നയാൾ അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വിവരണം കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം, അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ദോഷത്തെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പരസ്പരം വിചാരം ചെയ്ത് എന്നിട്ട് നല്ലതിത് എന്ന് ഐക്യമത്യമായേവരും ഉള്ളിലുറച്ച് കൽപ്പിച്ചു പിരിവത്. എന്നിട്ട് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തിയാൽ അത് മധ്യമമായുള്ള മന്ത്രം, അതാണ് മധ്യമം. അതായത് ഒറ്റ കേൾവിയിൽ എല്ലാവർക്കും സമ്മതമല്ല, എന്നാൽ ചിലവർക്ക് സമ്മതം, ചിലവർക്ക് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും പോരായ്മകളും പറയുക, എന്നാൽ അവസാനം ഒറ്റ തീരുമാനത്തിലെത്തണം, അതാണ് മധ്യമം. എന്നാൽ മൂന്നാമത് അതെന്നിയെ ചിത്താഭിമാനേന, അതായത് ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്നിങ്ങനെ പിടിവാശിയിൽ താൻ പറഞ്ഞത് സാധിപ്പതിന് ദുസ്തർക്കം, അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അത് അവസാനം തർക്കത്തിലെത്തുക. തർക്കം പറഞ്ഞത് ബാധിച്ച് മറ്റേവനും പറഞ്ഞ് ഈർഷ്യ, അത് കേട്ടിട്ട് മറ്റുള്ളവർ അതിനും മുകളിൽ അതിനോട് ഈർഷ്യയോടെ സംസാരിച്ച് അവസാനം കാലുഷ്യ ചേതസ കൽപ്പിച്ചുകൂടാതെ ഒരു തീരുമാനത്തിലും എത്താതെ കാലവും ദീർഘമായിടും. ഇങ്ങനെ വെറുതെ സമയം കളയുക, അങ്ങനെ പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന, ഒരു തീരുമാനത്തിലും എത്താതെ
അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദിച്ച് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും വിലയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തീരുമാനവും ആകാതെ പിരിയുന്ന മന്ത്രമോ ആ കാര്യമാകട്ടെ നിന്ദ്യമായുള്ളോന്ന് അധമം എത്രയും. ഇതാണ് അധമമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കാര്യങ്ങളെന്ന് രാവണൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വേണ്ടത് ഉത്തമമായ കാര്യമാണ്. അതാണ് പറയുന്നത്, എന്നാൽ ഇവിടെ നമുക്കെന്ത് നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. ഇങ്ങനെ രാവണൻ വല്ലാതെ പേടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ രാവണന്റെ ഇംഗിതജ്ഞന്മാരായിട്ടുള്ള നിശാചരർ ഇങ്ങനെ പറയുകയാണ്, നന്നെത്രയും ഓർത്തോളം ഉള്ളിലിത് ഇന്നൊരു കാര്യവിചാരമുണ്ടായതും ഇങ്ങനെയൊരു ചർച്ച ഉണ്ടായത് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. രാവണൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തിരിക്കും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്ന് ഒരാകുലമെന്ത് ഭവിച്ചതു മാനസേ, ഇതെന്ത് പറ്റി? ലോകം മുഴുവൻ ജയിച്ച ആളാണ് നിങ്ങൾ, എന്നിട്ട് ഇന്നെന്താണിത്? അതും മർത്യനാം രാമങ്കൽ നിന്ന്, ഒരു മനുഷ്യനായിട്ടുള്ള രാമനിൽ നിന്ന് ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. കാരണം അങ്ങ് എത്രയോ ദേവന്മാരെ ജയിച്ചയാളാണ്. അതാണ് വൃത്രാരിയായിട്ടുള്ള ദേവേന്ദ്രനെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വ അവനെ പിടിച്ചു കെട്ടി വിനിക്ഷിപ്യ ഇവിടെ ഈ ലങ്കയിൽ കൊണ്ടുവന്നിട്ട് പത്തനെ ഇവിടുത്തെ നഗരത്തിൽ സത്വരം കെട്ടിയിട്ടു. ഒരിക്കൽ ജയിച്ചു കൊണ്ടുവന്നു. അത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ ദേവലോകത്ത് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ലങ്കയിൽ കെട്ടിയിട്ടു. അങ്ങനെ വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥൻ അതോർക്ക നീ. അപ്പോൾ രാവണ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മകനും വീരശൂര പരാക്രമിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മകനുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്, ആശങ്കപ്പെടുന്നത്? ഇനി അങ്ങോ വിത്തേശനെ കുബേരനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വ ജയിച്ചിട്ട് ജിതശ്രമം വളരെ പെട്ടെന്ന് പോരും ദശാന്തരെ, അങ്ങനെ ആ യുദ്ധം ജയിച്ച് അങ്ങനെയാണ് അങ്ങേക്ക് പുഷ്പകമായ വിമാനം ഗ്രഹിച്ചത്. അങ്ങനെയാണ് അങ്ങേക്ക് പുഷ്പക വിമാനം ലഭിച്ചത്. അതും അത്ഭുതം എത്രയും ഓർത്ത് കണ്ടോളവും. ഇതൊന്നും ഓർമ്മയില്ലേ അങ്ങേക്ക്? കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലനെ പോലും ജയിച്ച ആളാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. അങ്ങേക്ക് എന്താണ്, യമദണ്ഡത്തിനോട് പോലും അങ്ങേക്ക് ഭയമുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അങ്ങ് കാലനെ ജയിച്ചയാളാണ്. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. വരുണദേവനെ ഹുങ്കാരമാത്രേണ, ഒരു ശബ്ദം കൊണ്ടു മാത്രം അങ്ങ് യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇനി മറ്റുള്ള ദേവകളെ പറയണമോ? ഇതൊക്കെയാണ് പൊതുവെ വീരശൂര പരാക്രമികളായ ദേവന്മാർ. ഇവരെ പോലും ജയിച്ച അങ്ങയെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ പേടിക്കുന്നത്? പറ്റലർ ആര് മറ്റുള്ളത്? പറ്റലർ എന്നാൽ ശത്രുക്കൾ. അങ്ങക്ക് ആരാണ് ഈ ലോകത്ത് ശത്രുക്കൾ ഉള്ളത്? ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. അങ്ങയുടെ ഭാര്യയായ മണ്ഡോദരിയുടെ അച്ഛൻ മയാസുരൻ അങ്ങയെ പേടിച്ചാണല്ലോ മകളെ അങ്ങേക്ക് കല്യാണം കഴിച്ചു തന്നത്. ഇനി ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു. എല്ലാ അസുരന്മാരും അങ്ങേക്ക് കരം തരുന്നു അങ്ങയെ പേടിച്ചിട്ട്. മാനവന്മാരെ കൊണ്ട് എന്ത് ചൊല്ലേണമോ? ഇത്രയും ആളുകൾ അങ്ങേക്ക് അധീനരായിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? ഇനി അതൊക്കെ പോട്ടെ, സാക്ഷാൽ ശിവനെ കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം. ഒരിക്കൽ ഇങ്ങനെ ജൈത്രയാത്ര നടന്നുകൊണ്ടിരിക്കെ നന്ദികേശ്വരൻ തടഞ്ഞു. നന്ദികേശ്വരൻ തടഞ്ഞപ്പോൾ നന്ദികേശ്വരനെ ഭയപ്പെടുത്താനും കൂടിയിട്ട് നിന്റെ സ്വാമിയെ പോലും ഞാനിപ്പോൾ വിറപ്പിക്കും എന്ന രീതിയിൽ ആ കൈലാസം എടുത്ത് ഇങ്ങനെ അമ്മാനമാടി. പക്ഷെ അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ ശിവൻ കോപിച്ചിട്ട്
തൻ്റെ പെരുവിരൽ കൊണ്ട് കൈലാസത്തെ ഒന്ന് അമർത്തിയപ്പോൾ രാവണന്റെ കൈ ചതഞ്ഞരഞ്ഞുപോയി. അവസാനം അവിടെ തന്ത്രമൊന്നു മാറ്റി ഭഗവാനെ പ്രസാദിപ്പിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് 1000 വർഷം തപസ് ചെയ്തു. അങ്ങനെയാണ് ഒരു വലിയൊരു ശിവഭക്തനൊക്കെ ആയ രാവണന് കാലാരി ശിവൻ ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ? താങ്കളുടെ തപസ്സിൽ പ്രീതനായിട്ട് പരമശിവൻ തന്നതാണല്ലോ ചന്ദ്രഹാസം എന്ന വാൾ, അത് മതിയല്ലോ ശത്രുക്കളെ ഒടുക്കാൻ. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടായിട്ടും മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതെ? ഇനി എന്ത് കാരണം ഇങ്ങനെ വിഷമിക്കാൻ? ത്രൈലോക്യവാസികളെല്ലാം ഭവത് ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. ശരിയാണ്, നമ്മളെ പോലുള്ള വീരന്മാർ ഇവിടെ ഉണ്ടായിട്ട് മാരുതി ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തത് നാണക്കേട് തന്നെയാണ്. പക്ഷേ സത്യത്തിൽ അതൊക്കെ നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് സത്യം. നമ്മളത് ഉപേക്ഷിച്ചു, വലിയ ശ്രദ്ധ കൊടുത്തില്ല. അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്നൊരു ഉപേക്ഷ കാണിച്ചു. സത്യത്തിൽ അതുകൊണ്ടാണ് മാരുതി ഇത്രയും പരാക്രമങ്ങൾ ഇവിടെ ചെയ്തത്, അല്ലാതെ മാരുതിയുടെ ആ ബലം കൊണ്ടല്ല എന്നാണ് ഇവർ സ്വയം വിശ്വസിക്കുകയാണ്. അതാണ് നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയം എന്നിയെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഹനുമാൻ ഇതൊക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടതും അവൻ. അതേസമയം ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അവൻ ജീവനോടെ പോകയില്ലല്ലോ. ഞങ്ങൾ അറിയാതെ പോയി, ഇവരെവിടെ ആയിരുന്നോ ആവോ അറിയില്ല. എന്തായാലും ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ പോവുകയില്ലായിരുന്നു. ഒരു പക്ഷേ തന്ത്രജ്ഞരായ മന്ത്രിമാരുടെ രാജാവിനോടുള്ള ഒരു ഹിതോപദേശത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം അത്. രാജാവിനെ ഒന്ന് പ്രചോദിപ്പിക്കണം. രാജാവിൻ്റെ ആ ഒരു മഹത്വം സ്വയം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കാം. അങ്ങനെ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ഈ മന്ത്രിമാർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ യുദ്ധം ദശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. ഓരോ മന്ത്രിമാരും പ്രതിജ്ഞ ചെയ്തു. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. അപ്പോൾ ഇവിടെ മന്ത്രിമാർ പറയുകയാണ്, അങ്ങ് ഞങ്ങളെ ആരെങ്കിലും വിശ്വസിച്ച് അയക്കുകയാണെങ്കിൽ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയും ഇല്ലെന്നതും വരും. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, പിന്നെ ഇവിടെ ഈ ലോകത്ത് മനുഷ്യരേ ഉണ്ടാവില്ല, വാനരജാതിയും ഉണ്ടാവില്ല. ഞങ്ങളെങ്ങാനും പോയാൽ ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം. ഇതൊക്കെ എത്ര എളുപ്പമാണ്, ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് വളരെ എളുപ്പം ഇതിനൊരു തീരുമാനത്തിലെത്താം എന്ന് നമുക്കതും ഉൾത്താരിലോർ തരുളേണം ജഗത് പ്രഭോ. അപ്പോൾ എന്താ വേണ്ടത് എന്ന് നമുക്ക് വളരെ എളുപ്പം അത് നിശ്ചയിക്കാൻ സാധിക്കും. നക്തഞ്ചരവരർ യുദ്ധം പറഞ്ഞ അളവ് ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. മന്ത്രിമാരുടെ ഈ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാവണന് മനസ്സിൽ കുറച്ചൊരു ധൈര്യമൊക്കെ വന്നു. ആ ഉള്ളിലെ ഭയമൊക്കെ കുറച്ച് കുറഞ്ഞു. രാവണ കുംഭകർണ സംഭാഷണം. ഇവിടെ കാര്യമായ ആലോചനയൊക്കെ നടക്കുന്നത് കാരണം കുംഭകർണനെ എഴുന്നേൽപ്പിച്ചു. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതം വേഗം തന്നെ വന്ന് അഗ്രജൻ തന്നെ വണങ്ങിനാൻ, ജ്യേഷ്ഠനായ രാവണനെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്ന് ഊഢമോദം നിജപീഠം അതിന്മേലിരുത്തി ദശാസ്യനും. നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ട് വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് അനുജനോട് ചിത്താനുരാഗേണ വളരെ ഇഷ്ടത്തോടെ കേൾപ്പിച്ചനന്തരം, ഇത് കേട്ടപ്പോൾ കുംഭകർണന് ചെയ്തതൊട്ടും ശരിയായില്ല എന്ന ഒരു അഭിപ്രായമായിരുന്നു. മാത്രമല്ല വരാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ച് ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ, രാവണനോട് പറഞ്ഞു.
ജീവിച്ച് ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും. ഈ ഭൂമിയിൽ വെറുതെ മനുഷ്യനായി ജീവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ദേവത്വമാശു കിട്ടുന്നത് നല്ലത്. ഒരു ദേവത്വം, അതായത് രാമൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടാൽ ദേവത്വം കിട്ടും, ആ ഒരു സ്വർഗലോകം, അതാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വത് പ്രാണഹാനിക്ക് തന്നെ, നിന്റെ നാശത്തിനാണ് എന്ന് ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. ഇത്രയും നാൾ രാമൻ്റെ കയ്യിൽ കിട്ടാതിരുന്നത് കൊണ്ടാണ് അങ്ങിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ല, അങ്ങീ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി. ജാതയായാൾ ജനിച്ചത് തന്നെ തവ നാശം വരുത്തുവാൻ. സീതാദേവി അങ്ങയ്ക്ക് നാശം വരുത്തുവാൻ ഭൂമിയിൽ ജനിച്ച കാളീദേവിയാണ്. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. മാനിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മാനിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിപ്പിക്കും. അത് കേട്ടിട്ട് മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. അങ്ങനെയാണ് അവരെ ഇരതേടി പിടിക്കുന്നത്. ഇതുപോലെ നിന്നെ ഇരതേടാൻ എന്നതുപോലെ ആ ഭഗവാൻ തന്നെ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ സീതയെ കട്ടുകൊണ്ടുപോരുക എന്നത്. അത് അവരായിട്ട് ഒരുക്കിയ ഒരു ചതി തന്നെയാണ്, ഒരു മാർഗമാണ്, നിന്നിലേക്കെത്താനുള്ള ഒരു മാർഗമായിരുന്നു അത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. മീനുകൾ ആ നാവിൻ്റെ രസത്തിൽ മോഹിച്ച് അതിന് കൊടുക്കുന്ന ചൂണ്ടയിൽ കുരുങ്ങിയ ആ ഒരു ഭക്ഷണം കഴിച്ച് അങ്ങനെ മരിക്കുന്നു. എന്നാൽ അവർക്ക് ചൂണ്ടയിടാനായിട്ട് സ്വയം ഒരുങ്ങിക്കൊടുക്കുന്നത് പോലെയാണ്. അങ്ങനെ ചൂണ്ടയിൽ പെട്ട് സ്വയം ഇല്ലാതാകുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ഇതുപോലെ കണ്ണെന്ന ഇന്ദ്രിയത്തിൻ്റെ പുറകെ പോയിട്ടാണ് ശലഭങ്ങൾ സ്വയം ഇല്ലാതാകുന്നത്. ഇപ്പോൾ അങ്ങേക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ്. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ഇത് ചെയ്യരുത് എന്ന് മനസ്സിലുണ്ടാകും. അതാണ് നല്ലതല്ലേതും ഇതെനിക്ക് നല്ലതല്ല എന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. പക്ഷേ ബലാത്കാരേണ നമ്മെ അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ തോന്നും. ചെല്ലുമതിങ്കൽ മനസ്സ് കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തിലേതു മാത്രമല്ല പല ജന്മങ്ങളിലുമുള്ള വാസനകൾ ഉള്ളിലടിഞ്ഞത് കാരണം നമുക്ക് പ്രാരബ്ധമായി വന്നു ചേരുന്ന ആ കർമ്മങ്ങളോട് നമുക്ക് സ്വാഭാവികമായിട്ട് ആരോ ബലാത്കാരേണ നമ്മെ കൊണ്ടുപോകുന്നത് പോലെ ഒരു ആസക്തി നമുക്കുണ്ടാവുകയാണ്. അത് നീക്കരുതാർക്കുമേ, അതാർക്കും മാറ്റാൻ സാധ്യമല്ല. ശാസനയാലും അടങ്ങുകയില്ലത്. അത് നമ്മൾ സ്വയം നമ്മെ ശാസിച്ചാലും വീണ്ടും വീണ്ടും നമ്മളത് ആവർത്തിക്കും. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും, അറിവുള്ള യോഗികൾക്ക് പോലും പലപ്പോഴും മനസ്സിടറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം, നീ ചെയ്യരുതാത്തത് ചെയ്തു, നീ അത് നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഇപ്പോൾ നീ ചെയ്തത് കാരണം ഈ രാജ്യത്തുള്ളവർക്ക് മുഴുവൻ അത് നാശത്തിനായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുംഭകർണൻ പറയുകയാണ്, ഏതായാലും
വേണമെങ്കിൽ ഞാൻ ഇന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ഞാൻ ഒടുക്കാം, എനിക്ക് സാധിക്കും. എന്നിട്ട് ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ, ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ, മോഹിച്ചദാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഏതായാലും നീ ആഗ്രഹിച്ചു പോയി, അത് നീ സാധിപ്പിച്ചിട്ട് മരിക്കാം, എങ്കിൽ പിന്നെ അതാ നല്ലത്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടുമാപത്ത് നിർണയമോർത്തുകാൺ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർക്ക് അത് അവൻ്റെ ആപത്തിനാണ്. ഏതായാലും നീ ജാനകിയെ കട്ടുകൊണ്ട് വന്നു എങ്കിൽ അവളെ ഭാര്യയാക്കി വെച്ച് അനുഭവിച്ചിട്ട് മരിക്കാൻ സന്നദ്ധനായിക്കൊള്ളൂ, എങ്കിൽ അതല്ലേ നല്ലത്. എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതായാൽ അത് നാശത്തിന് തന്നെയാണ് എന്ന് നിന്റെ അനുഭവം തന്നെ അത് മതി, അത് തന്നെയാണ് ഒരു ഉദാഹരണം എന്നും കുംഭകർണൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രിയ നിഗ്രഹമുള്ളവന് മാത്രമേ യഥാർത്ഥത്തിൽ സുഖമുണ്ടാകുന്നുള്ളൂ. അതല്ലാത്തവരൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് പുറകെ പാഞ്ഞ് അവസാനം പല ഏടാകൂടങ്ങളിലും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. ഇന്ദ്രാരി, ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള എന്നാൽ രാക്ഷസനായ കുംഭകർണന്റെ ഈ ഒരു പറച്ചിൽ കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ എത്രയും പെട്ടെന്ന് വരാം, നിങ്ങൾ ആരും ഇതിനു വേണ്ടി തലപുകയ്ക്കേണ്ടതില്ല, ഞാൻ ഒരാൾ മതി എന്ന് ഇന്ദ്രജിത്ത് രാവണനോട് ഇപ്രകാരം പറഞ്ഞു. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ, നിജ അഗ്രജൻ തൻ്റെ ജ്യേഷ്ഠനായ രാവണൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പഥ്യമായിട്ടുള്ള കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. അല്ലാതെ നേരത്തെ ഇംഗിതജ്ഞന്മാർ പറഞ്ഞതുപോലെ സുഖിപ്പിച്ചുകൊണ്ട് രാവണനെ അങ്ങനെ ഉയർത്തി പറയുകയല്ല. യഥാർത്ഥം എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുക എന്ന് പറയുകയാണ്. രാക്ഷസാധീശ്വര വീരാ ദശാനന, കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലത് ചൊല്ലേണം എല്ലാവരും തനിക്ക് ഉള്ളവരോട് ചൊല്ലുള്ള ബുദ്ധജനം. തനിക്ക് ചൊല്ലുള്ളവരോട്, അതായത് തനിക്ക് നല്ല സ്നേഹമുള്ളവരോട് അവർക്ക് ഹിതമായിട്ടുള്ള കാര്യം ചൊല്ലണം ബുദ്ധജനം, പണ്ഡിതന്മാർ, അറിവുള്ളവർ അങ്ങനെയാ ചെയ്യേണ്ടത്. കല്യാണമെന്ത് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. ഇതൊരു രാജാവിൻ്റെ മാത്രം കാര്യമല്ല, ഒരു കുലത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിതകരമായിട്ടുള്ളത് മാത്രമേ എല്ലാവരും ചിന്തിക്കാവുള്ളൂ. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഇത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. രാവണ, നിനക്കറിയാത്തതല്ലോ, രാമനോടെതിരിടാൻ ഈ ത്രിലോകത്തിൽ തന്നെ ആരുമില്ല. മത്തൻ, ഉന്മത്തൻ, പ്രഹസ്തൻ, വികടനും, ഇവിടെയുള്ള രാക്ഷസ വീരന്മാരെ കുറിച്ച് പറയുകയാണ്. സുപ്തഘ്ന യജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ, ജംബുമാലി, പ്രജംഘനും, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, വമ്പൻ, മഹോദരനും, മഹാപാർശ്വനും, കുംഭകനും, ത്രിശിരസ്, അതികായനും, ദേവാന്തകനും, നരാന്തകനും, മറ്റ് ദേവാരികൾ, വജ്രദംഷ്ട്രാദി വീരരും, യൂപാക്ഷനും, ശോണിതാക്ഷനും, പിന്നെ വിരൂപാക്ഷ, ധൂമ്രാക്ഷനും, മകരാക്ഷനും, എന്തിന് ഇന്ദ്രനെ സങ്കരെ, ഇന്ദ്രനെ യുദ്ധത്തിൽ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആമല്ലവനോടെടോ. അവനോട് എതിർക്കാൻ, രാമനോട് എതിർക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല. നേരെ പൊരുതി ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സേ.
നീ ചിന്തിക്കരുത് രാമനോട് എതിർത്ത് ജയിക്കാമെന്ന്. ശ്രീരാമനായത് മാനുഷനല്ല കേൾ, ആരെന്നറിവാനും ആമല്ലൊരുവരും. മനുഷ്യനല്ല, എന്നാൽ ആരാണ് എന്നറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദേവേന്ദ്രനുമല്ല, വന്ഹിയുമല്ലവൻ, വൈവസ്വതനും നിർതിയുമല്ല കേൾ, പാശിയുമല്ല, ജഗൽ പ്രാണനുമല്ല. പാശി എന്നാൽ വരുണൻ, വരുണനല്ല, വായുവല്ല, വിത്തേശനുമല്ല, കുബേരനല്ല, അവനീശാനനും അല്ല. ഈ ഭൂമിയുടെ പതി ക്ഷത്രിയൻ ആരുമല്ല, വേധാവുമല്ല. വേധാവ് എന്നാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. ഇതല്ല, ഇതൊന്നുമല്ല, എന്നാൽ ഇതെല്ലാമായിട്ടുള്ള ആ പരബ്രഹ്മസ്വരൂപം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതി ലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ. ഒരു വരാഹമൂർത്തിയായി വന്ന് ഹിരണ്യാക്ഷനെ കൊന്നു. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുട എന്നാൽ തവണ, 21 തവണ രാമനായി പരശുരാമനായി മന്നവന്മാരെ. അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ. മന്നവന്മാർ, അന്നത്തെ രാക്ഷസന്മാർ ഒക്കെ അസുരാംശമായിരുന്നു. ക്ഷത്രിയന്മാരാണെങ്കിലും അവരിൽ അസുരത്വമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരശുരാമൻ ബ്രാഹ്മണനായിട്ട് വന്ന് ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയത്. അങ്ങനെ അന്നസുരരെ, അപ്പപ്പോൾ ഏതൊക്കെ അസുരന്മാരാണോ ജന്മമെടുക്കുന്നത് അവരെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്ന് ദശരഥപുത്രനായി വന്നിത് നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. നിന്നെ വധിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രാമാവതാരം തന്നെ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചതെങ്കിൽ അത് മിഥ്യയാകില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്ന് നീ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് ഇത് പറയുന്നത്? അതാണ്. എങ്കിൽ എന്തിന് പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകിൽ. നീ ജ്യേഷ്ഠൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? എന്നെ കൊല്ലുമെന്ന് രാമൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. എങ്കിൽ പറയാം, സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ. എന്നാൽ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം അവതരിച്ചത്. എന്നാൽ അങ്ങേക്കൊരു മനംമാറ്റം വന്നിട്ട് രാമനെ സേവിച്ചാൽ ദേവനവൻ അഭയത്തെ കൊടുക്കും. അങ്ങനെയുള്ള കരുണാകരൻ, കേവലൻ, ഭക്തപ്രിയൻ, പരമൻ, പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിതവത്സലൻ, അംബുജലോചനൻ, ഈശ്വരൻ, ഇന്ദിരാവല്ലഭൻ, കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ. ഇങ്ങനെ സേവിച്ചാൽ ആ കരുണാകരമൂർത്തി അങ്ങയോടും ക്ഷമിക്കുന്നതാണ്. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തത്പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും. ഭഗവാൻ ക്ഷമിക്കുക മാത്രമല്ല, തൻ്റെ പദത്തെയും ആ മോക്ഷത്തെയും കൊടുക്കുന്നവനാണ്. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. ഇതുപോലെ തൻ്റെ ഭക്തരോട് ക്ഷമിക്കുന്ന അത്രയും കൃപ ഈ ലോകത്ത് വേറെ ആർക്കും കാണുകയില്ല. കാടകം പൊക്ക നേരത്തതിബാലകൻ. ഇത് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ ഓരോ വിക്രമങ്ങൾ, പരാക്രമങ്ങൾ പറയുകയാണ്. പണ്ട് ആ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത്, കാട്ടിൽ പോയ സമയത്ത്, വിശ്വാമിത്രൻ്റെ കൂടെ പോയ സമയത്ത് താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്ക് നൽകിനാൻ. തൃക്കാലടി വച്ച് കല്ലാം അഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ.
ത്രയംബകം വില്ല് ഖണ്ഡിച്ച് സീതയാം മയ്യൽ മിഴിയാളെയും സുന്ദരിയെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ മഴുവേന്തിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനായ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ? അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന് അർണോജനേത്രയെ കണ്ട് സീതാദേവിയെ കണ്ട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞുടൻ വൻഭിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു. ഈ ലങ്കയെ മുഴുവൻ അഗ്നി കൊണ്ട് ചുട്ടരിയിച്ച് എന്നിട്ട് സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. എന്നിട്ടും നിനക്ക് എന്താണ് ആ രാമചന്ദ്രന്റെ മഹത്വം മനസ്സിലാവാത്തത്? നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം നന്നല്ല. തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ. ദേവിയെ തിരിച്ചു കൊടുത്ത് ഭഗവാനോട് മാപ്പ് പറയുക. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞ് കൊല്ലിക്കുമതോർക്ക നീ. നഷ്ടമതി, ചിന്താശക്തി നഷ്ടപ്പെട്ട നിന്റെ ഇംഗിതജ്ഞന്മാരായ നിന്റെ പ്രിയം മാത്രം നോക്കുന്ന ആ അമാത്യന്മാർ, മന്ത്രിമാർ ഇഷ്ടം പറഞ്ഞ് അവർ അങ്ങയെ സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ യാഥാർത്ഥ്യമല്ല പറയുന്നത്. അങ്ങനെയുള്ള അവർ പറഞ്ഞ് കൊല്ലിക്കും അതോർക്ക നീ. നിന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണ് അവര്. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ, നിനക്ക് കാലപുരിക്ക് പോവേണ്ടതില്ല എങ്കിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ, ദുർബലൻ തൻ്റെ ആ ഒരു ദൗർബല്യത്തെ മനസ്സിലാക്കി അടങ്ങിക്കൊടുക്കണം. അല്ലാതെ പ്രബലന്മാരോട് ഏറ്റുമുട്ടാൻ പോയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. മുഴുവൻ എല്ലാം കൊണ്ടും നാശത്തിനായിരിക്കും അത്. ഇനി ഈ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. അതുവരെ നിന്നെ സുഖിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ കഷ്ടകാലം വരുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. തന്നുടെ ദുർനയം കൊണ്ട് വരുന്നതിന് ഇന്ന് നാം ആളല്ല പോകെന്ന് വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ. അതുമാത്രമല്ല, നമുക്ക് കഷ്ടകാലം വരുമ്പോൾ എല്ലാം നമ്മുടെ മാത്രം തെറ്റ് എന്ന രീതിയിലാ പറയുക. എല്ലാം നിന്റെ ദുർനയം കൊണ്ട് വന്നതല്ലേ, അതിന് നമ്മളെന്ത് ചെയ്യാനാണ്, നീ സഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അവർ നാം ആളല്ല പോക, അതായത് നീ നിന്റെ വഴിക്ക് പോകൂ എന്ന് വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കളായിട്ട് അതുവരെ ഉണ്ടായിരുന്നവരൊക്കെ നിന്റെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് ആരോ ആ പ്രബലനെ പോയി സേവിക്കും. അതാണ് ഈ ലോകം. അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. ആ സമയത്ത് അയ്യോ ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. രാമശരമേറ്റ് മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നിതു. അങ്ങ് രാമശരമേറ്റ് മരിക്കുന്ന ആ ഒരു കാര്യത്തെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതാണ് ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്കത് ഓർത്തിട്ട് ദുഃഖമുണ്ട്. അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നിതു ഞാൻ. ഇനി താരാർമകളെ കൊടുക്ക വൈകിയിടാതെ, ഇനിയെങ്കിലും, ഇപ്പോഴേ വൈകി എങ്കിലും ഇപ്പോഴും അതിനൊരു അവസരമുണ്ട്, അങ്ങ് കൊടുക്കുക. യുദ്ധമേറ്റ് ഉള്ള പടയും നശിച്ച് ഉടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മനസ്സെ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ, അതേസമയം യുദ്ധവും കഴിഞ്ഞ് നശിക്കേണ്ടവരൊക്കെ നശിച്ച് എല്ലാവരും കാലപുരിക്ക് പോയി, മക്കള് പോയി, സൈന്യബലം നശിച്ച്, അർത്ഥം നശിച്ച്, രാജ്യമെല്ലാം നശിച്ചിട്ട് എന്നാൽ പിന്നെ ഇനി സീതാദേവിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല, അതിനൊരു കാര്യവുമില്ല. കൊടുപ്പതിനോർക്ക നീ, അപ്പോൾ കൊടുത്തിട്ട് ഒരു ഫലവുമില്ല. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണം. തന്നേക്കാളും ശക്തിയുള്ള എല്ലാ അർത്ഥത്തിലും അങ്ങനെയുള്ളവരോട് കൊമ്പ് കോർക്കാൻ പോയാൽ
അതിൻ്റെ ഫലം വിനാശമാണെന്ന് ആദ്യമേ തിരിച്ചറിയണം. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നത് അറിയണം. സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാനോടെ കലഹം തുടങ്ങിയാൽ പിന്നെ ആരാണ് സഹായിക്കുക? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ ഒരു ശിവഭക്തനാണ്, അതുകൊണ്ട് ശിവൻ വന്ന് സഹായിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ശിവൻ പോലും ശ്രീരാമനെ ആരാധിക്കുന്നു. രാക്ഷസ രാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല. ആ ഈശ്വരനും ഈശ്വരനായിട്ടുള്ള പരമേശ്വരനായിട്ടുള്ള, അതാണ് മഹേശ്വരൻ എന്നതുകൊണ്ട് സാക്ഷാൽ പരമാത്മാവിൻ്റെ സ്ഥാനത്ത് എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭഗവാനോട് പിണങ്ങുല. കൊണ്ടൽ നേർ വർണ്ണന് ജാനകീദേവിയെ കൊണ്ടുകൊടുത്ത് സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ. ഒരു സംശയവും വേണ്ട. വംശം മുടിച്ചു കളയായിക വേണമേ. ഈ വംശമാണ് നശിക്കാൻ പോകുന്നത്, അത് നീ കാരണം ഉണ്ടാവരുത്. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. അപ്പോൾ വിഭീഷണനോട് പറയുകയാണ്, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നതേവനും. നീ എനിക്കിപ്പോൾ മിത്രഭാവേന എനിക്ക് നല്ലത് എന്നൊക്കെ ഉപദേശിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നീയാണിപ്പോൾ എൻ്റെ ശത്രു. മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇങ്ങനെ മിത്രഭാവത്തിലിരുന്ന് ശത്രുത കാണിക്കുന്നവരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ നമുക്ക് നാശം വരുത്തും. ഇത്തരം എന്നോട് ചൊല്ലുകിലാശു നീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം. എന്നാൽ നീ വധ്യനാകും. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. അങ്ങനെ രാവണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണൻ, ഭാഗവതോത്തമനായിട്ടുള്ള ഭക്തനായിട്ടുള്ള വിഭീഷണൻ മനസ്സിൽ പറയുകയാണ്, മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. മരണം ഉറപ്പിച്ച ഒരാൾക്ക് എന്തൗഷധം കൊടുത്തിട്ടും കാര്യമില്ല. അതായത് വിധിവശാൽ ഇന്ന സമയത്ത് മരിക്കണം എന്ന് നിശ്ചയിച്ചാൽ പിന്നെ ഒരു ഔഷധവും ഫലിക്കുകയില്ല. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. ഇവനോടിനി ഉപദേശിച്ചതൊക്കെ മതി, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിധി അത് പൗരുഷം കൊണ്ട് നീക്കാൻ സാധ്യമല്ല എന്ന് രാവണന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആരുപദേശിച്ചാലും ആ സമയത്ത് എന്തൊക്കെ കേട്ടാലും മനസ്സ് മാറുകയില്ല. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ഇനി ഭഗവാൻ തന്നെ ശരണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, പറയേണ്ടത് പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ചെന്ന് തൃക്കാൽക്കൽ വീണ് അന്തികേ സന്തതം നിന്ന് സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ. ഇനിയുള്ള നാൾ വരെ ഭഗവാനെ സേവിക്കുക. സത്വരം 4 അമാത്യന്മാരുമായി അവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാര ധന ആലയ മിത്ര ഭൃത്യൗഘവും. അപ്പോൾ ഭഗവാനിൽ ശരണം പ്രാപിക്കുക എന്ന് വെച്ചാൽ അതിനു മുന്നേ നമുക്ക് ഈ ലോകത്തുള്ളവരോടുള്ള ആ ഒരു ആസക്തിയൊക്കെ വിടണം. അതാണ് ദാര, ഭാര്യ, ധനം, ആലയം, വീട്, മിത്രം, ഭൃത്യം. ഭൃത്യ ഔഘം എന്നാൽ കൂട്ടം. ഇവരുടെയൊക്കെ ഈ കൂട്ടത്തെ ദൂരെ പരിത്യജിക്കുക എന്നാൽ മനസ്സുകൊണ്ട് അവരോടുള്ള ആസക്തി അത് വിടുക. എങ്കിൽ മാത്രമേ രാമപാദാംബുജത്തിൽ ശരണാഗതി അടയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാനസത്തിങ്കൽ ഉറപ്പിച്ച് തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. അപ്പോൾ രാമന്റെ അടുത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചതിന് ശേഷം രാവണനെ വീണ് തൊഴുതു. എന്നാൽ കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. എനിക്ക് ആപത്ത് വരുത്താനാണ് അങ്ങയുടെ ഭാവം. രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ് അതിനില്ലെന്ന് നിർണയം. നീ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോളൂ, രാമനെയെങ്കിൽ രാമനെ, പക്ഷേ ഇവിടെ ഇനി നിൽക്കാൻ പാടില്ല. പോകായികിലോ, നീ പോകാതിരുന്നാൽ മമ ചന്ദ്രഹാസത്തിന് ഇന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ. എൻ്റെ ചന്ദ്രഹാസത്തിന് നീ ഒരാളായിരിക്കും ഇന്ന് ഇര. അതുകൊണ്ട്
പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതന് തുല്യനല്ലോ ഭവാൻ, എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്താണ് അങ്ങുള്ളത്. താവകമായ നിയോഗം അനുഷ്ഠിപ്പൻ ആവതെല്ലാം അത് സൗഖ്യമല്ലോ മമ, എനിക്ക് അങ്ങ് പറയുന്നതനുസരിച്ച് ഒരു സേവകനെ പോലെ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെയും അങ്ങയുടെയും ചിന്താഗതി വ്യത്യാസമാണ്. അതുകൊണ്ട് സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. ഞാനിവിടെ നിൽക്കുന്നതാണ് അങ്ങേക്ക് സങ്കടമെങ്കിൽ അതും ഞാൻ അനുസരിക്കാം. ഞാനിതാ പോവുകയാണ്. പുത്രമിത്ര അർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ച് സുചിരം വസിക്ക നീ. ഇനി ഞാൻ പോയാൽ അങ്ങേക്കിവിടെ സുഖമാകുമെങ്കിൽ അങ്ങ് വസിച്ചുകൊള്ളുക, ഭാര്യയോടും മക്കളോടും ഒക്കെ ആയിട്ട് സുഖമായി വസിക്കുക. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും. കാലിയും എന്നാൽ കാളി എന്നർത്ഥം. ഇവിടെ അങ്ങയുടെ മൂലവിനാശം, ഈ രാക്ഷസ വംശത്തിന് തന്നെ മൂലവിനാശം വരുത്താൻ വേണ്ടിയിട്ടാണ് കാലൻ തന്നെയാണ് ദശരഥൻ്റെ മകനായി ജനിച്ചിരിക്കുന്നത്. അങ്ങയുടെ കാലൻ ജാതനായാൻ. അതേസമയം കാളി ഭഗവതിയാകട്ടെ, കാളി എന്നാൽ സംഹാരമൂർത്തിയാണ്, ജനകാലയെ സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിങ് വന്നാരിരുവരും. രണ്ടുപേരും ഈ ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നത്. പിന്നെ എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. അവർ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കത് മാറ്റാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും അങ്ങേക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത്. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം, ശ്രീരാമദേവൻ ബ്രഹ്മാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ? പിന്നെ അത് അങ്ങനെ അല്ലാതെ വരുമോ? ആശരവംശ വിനാശം വരും മുൻപേ. അതുകൊണ്ട് എനിക്കിനി ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഈ രാക്ഷസ വംശം മുഴുവനായി നശിക്കുന്നതിന് മുൻപേ ദാശരഥിയെ ശരണം ഗതോസ്മി. ഞാൻ ആ ദാശരഥിയെ ശരണം പ്രാപിക്കാൻ പോവുകയാണ്.